ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എക്സാംസ് കോർണർ. ഇന്നത്തെ സബ്ജക്റ്റ് ജെറണ്ടാണ്. ഇംഗ്ലീഷ് ഗ്രാമറിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന്. ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് എന്തായാലും PSC എക്സാംസിനും മറ്റ് KTET, CTET, നെറ്റ് സെറ്റ്, LP UP പോലെയുള്ള എക്സാംസിനും നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ഒരു മാർക്ക് എന്തായാലും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്താണ് ജെറണ്ട് എന്ന് നമുക്ക് നോക്കാം. എന്താണ് ജെറണ്ട്? ജെറണ്ട് എന്ന് പറയുന്നത് ഒരു വേർബിനോട് കൂടി ING ഫോം ചേർക്കുക എന്നതാണ്. അപ്പോൾ അത് ജെറണ്ട് ആയിരിക്കും. അപ്പോൾ ജെറണ്ട് ഒരു നൗണായിട്ടാണ് ഒരു വാക്കിൽ പ്രയോഗിക്കുന്നത്. എന്താണ് ജെറണ്ട്? ജെറണ്ട് എന്ന് പറയുന്നത് ഒരു വേർബിനോട് കൂടി ING, വേർബ് പ്ലസ് ING ഫോമാണ് ജെറണ്ട്. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. ഇപ്പോൾ ഒരു ഡാൻസ് പ്ലസ് ING വെച്ചാൽ ഡാൻസിങ്, സ്മോക്ക് പ്ലസ് ING സ്മോക്കിംഗ്. സ്മോക്ക് എന്നുള്ളത് ഒരു വേർബാണ്. അപ്പോൾ അതിനോട് കൂടി ഒരു ING ചേർക്കുന്നത് സ്മോക്കിംഗ്. ഇതൊരു സബ്ജക്റ്റായിട്ടും നമുക്ക് ഉപയോഗിക്കുന്നതായിരിക്കും. സബ്ജക്റ്റായിട്ട് എന്ന് പറയുന്നത് ഈ സ്മോക്കിംഗ് ജെറണ്ട് സബ്ജക്റ്റായിട്ടും വരുന്നതായിരിക്കും. അപ്പോൾ അധികം എക്സാംസിന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒന്നാണിത്. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കൂ. നമുക്ക് നമ്മുടെ KTET എക്സാമിന് ഒരു മുൻ വർഷങ്ങളിൽ ചോദിച്ചൊരു ചോദ്യമാണ്, ഐ ലുക്ക് ഫോർവേഡ് ടു ഡേഷ് ഫ്രം യു. സ്വാഭാവികമായി ഈ വാക്ക് കാണുന്നവർ എന്തെഴുതും? ടു എന്ന് വന്നാൽ ഹിയർ എന്ന് എഴുതും. പക്ഷെ ഇവിടെ എന്താണ് ഐ ലുക്ക് ഫോർവേഡ് ടു എന്നുള്ളത്? ലുക്ക് ഫോർവേഡ് ടു എന്നുള്ളത് ഒരു വാക്കാണ്. അപ്പം അതിന് ശേഷം ജെറണ്ടായിരിക്കും വരിക. അപ്പോൾ ഏതാണ് ഉത്തരം വരിക? ഇതിലത്തെ ഓപ്ഷൻസ് എന്തെല്ലാം ഉള്ളത്? ഓപ്ഷൻ എ ഹിയറിങ്, ഓപ്ഷൻ ബി ഹിയർ, ഓപ്ഷൻ സി ഹിയേഴ്സ്, ഓപ്ഷൻ ഡി ഹേർഡ്. അപ്പോൾ ടു വന്നാൽ അധിക പേര് എഴുതുക ഹിയർ എന്നായിരിക്കും. പക്ഷെ അത് റോങ് ആണ്. ഏതാണ് വരിക അപ്പോൾ? ഹിയറിങ്. അതായത് ആൻസർ ഓപ്ഷൻ എ ആണ്, ഹിയറിങ്. അടുത്തൊരു ചോദ്യം നോക്കൂ. അപ്പോൾ ഒരുപാട് വാക്കുകൾ വന്നാൽ ഹിയറിങ് അതുപോലെയുള്ള ING ഫോം ഈ ജെറണ്ട് ഉപയോഗിക്കുന്ന ചില വാക്കുകളുണ്ട്. അത് നമുക്ക് നോക്കാം. മറ്റൊരു എക്സാമ്പിൾ നോക്കണേ. ഇറ്റ് ഈസ് നോ യൂസ് ഡാഷ് ഹിം. ഇവിടെ എന്താണ് വരിക? നോ യൂസ്. ഇറ്റ് ഈസ് നോ യൂസ്. ഈ ഒരു വാക്ക് വന്നാലും ജെറണ്ടായിരിക്കും ഉപയോഗിക്കുക. അതായത് ഫസ്റ്റത്തെ എക്സാമ്പിൾ ലുക്ക് ഫോർവേഡ് ടു, അതുപോലെ ഇറ്റ് ഈസ് നോ യൂസ്. ഓക്കെ. അപ്പോൾ ഇതിലത്തെ ഓപ്ഷൻസ് എന്താണുള്ളത്? ടു കോൾ, കോൾ, കോളിംഗ്, ടു ബി കോൾ. അപ്പോൾ ഇതിലെ ആൻസർ കോളിംഗ്. ഇറ്റ് ഈസ് നോ യൂസ് കോളിംഗ് ഹിം. അതുപോലെ മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. ഇറ്റ് ഈസ് നോ യൂസ് ഫോണിങ് ഹിം. അതുപോലെ അപ്പോൾ ഒരുപാട് വാക്കുകൾ വന്നാൽ അതിന് ശേഷം ജെറണ്ട് മാത്രമായിരിക്കും വരിക. അപ്പോൾ അതെപ്പോഴും നോട്ട് ചെയ്യണം. അത് ഏത് വാക്കാന്ന് നോക്കിക്കോ. ഇറ്റ് ഈസ് നോ യൂസ്, ഡു യു മൈൻഡ്, വുഡ് യു മൈൻഡ്, ലുക്ക് ഫോർവേഡ് ടു. ഈ വാക്കുകളൊക്കെ വന്നതിന് ശേഷം ജെറണ്ടായിരിക്കും വരിക. ഇതൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കുകളാണ്. അധികം എക്സാംസിനും ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണിത്. വാക്കുകളാണിത്. ഇറ്റ് ഈസ് നോ യൂസ്, ഡു യു മൈൻഡ്, വുഡ് യു മൈൻഡ്, ലുക്ക് ഫോർവേഡ് ടു, ഇതൊക്കെ. അപ്പം നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ഇതും KTET എക്സാമിന് മുൻപേ ചോദിച്ചിട്ടുള്ള ഒന്നാണ്. ചിൽഡ്രൻ എൻജോയ് ഡേഷ് ഇൻ ദ ഓപ്പൺ സ്പേസസ്. എന്താ പറഞ്ഞത്? ചിൽഡ്രൻ എൻജോയ്. അപ്പോൾ ഈ എൻജോയ് എന്ന വാക്കിന് ശേഷം ജെറണ്ടായിരിക്കും ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ ഇവിടെ ഏതായിരിക്കും? ചിൽഡ്രൻ എൻജോയ് ഡാഷ് ഇൻ ദ ഓപ്പൺ സ്പേസസ്. എൻജോയ്, ചിൽഡ്രൻ എൻജോയ്. ചിലവർ എന്തെഴുതും? ടു പ്ലേ, പ്ലേ ഇൻ ദ ഓപ്പൺ സ്പേസസ്. ഇതൊരു പ്രസൻറ്റ് ഫോം ആയതുകൊണ്ട് തന്നെ അങ്ങനെ എഴുതും. പക്ഷെ ഇവിടെ എന്താണ് വരിക്കുന്നത്? ചിൽഡ്രൻ എൻജോയ് പ്ലേയിങ് ഇൻ ദ ഓപ്പൺ സ്പേസസ്. ഏതാ വേർബ്? പ്ലേ. അപ്പം അതിനോട് കൂടി ING ചേർത്താൽ അതൊരു ജെറണ്ടാകും. അപ്പം പ്ലേയിങ്. അതുപോലെ മറ്റൊരു എക്സാമിന് ഒന്ന് ചോദിച്ച ഒന്നാണ്. ആ ചോദ്യം എങ്ങനെയാ വെച്ചാൽ, സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. ദ അണ്ടർലൈൻഡ് വേർഡ് ഈസ്. അപ്പോൾ ഈ സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്നുള്ളൊരു വാക്ക് തന്നിട്ട് എന്താണ് സ്മോക്കിംഗ് എന്ന് അണ്ടർലൈൻ ചെയ്ത വേർഡ് എന്താണെന്ന ചോദ്യം. അതൊരു ആഡ്വേർബ് ആണോ, ഇൻഫിനിറ്റീവ് ആണോ, പാർട്ടിസിപ്പിൾ ആണോ, ജെറണ്ടാണോ എന്നാണ് ചോദ്യം. അപ്പോൾ എന്താണ് ആൻസർ? ജെറണ്ട് പഠിച്ച ഒരാൾ പെട്ടെന്ന് തന്നെ എഴുതും ജെറണ്ട്. കാരണം എന്താ? സ്മോക്കിംഗ് എന്നുള്ളത് ഒരു സബ്ജക്റ്റായിട്ട്, ജെറണ്ട് സബ്ജക്റ്റായിട്ട് വരുന്നതാണ്. അപ്പോൾ ഒരു സ്മോക്കിംഗ് എന്നുള്ളത് സബ്ജക്റ്റായിട്ട് ജെറണ്ടാണ്. അപ്പോൾ ING വന്നതുകൊണ്ട് തന്നെ ജെറണ്ട്. സ്മോക്കിംഗ് പ്ലസ് ING. നമുക്ക് മറ്റൊരു
എക്സാമ്പിൾ നോക്കാം. മീര എൻജോയ്സ് ടേഷ് കാർട്ടൂൺ. അപ്പോൾ ഏതാ ആൻസർ? മീര എൻജോയ്സ് വാച്ചിങ് കാർട്ടൂൺ. ഇനി ഈ ഓരോ വാക്കിന് ശേഷം ജെറണ്ട് വരുന്നതുണ്ട്. അപ്പോൾ അതിൽ ഏത് വേർബുകളാണ് നമുക്ക് ഏതൊക്കെ വാക്കുകളാണ് അതിന് ശേഷമാണ് ജെറണ്ട് വരുന്നത് എന്ന് നോക്കാം. ദേ admit, appreciate, avoid, busy, consider, differ, delay, deny, detest, dislike, enjoy, escape, excuse, face, feel, finish, forgive, give up, happy, imagine, involve, keep, mention, mind, miss, pardon, postpone, prevent, practice, put off, resent, resist, risk, സ്റ്റാൻഡ്, സജസ്റ്റ്, അണ്ടർസ്റ്റാൻഡ്. ഒരുപാട് വാക്കുകളുണ്ട്. ഇതിലത്തെ ഇമ്പോർട്ടൻ്റ് എക്സാംസിന് അധികവും ചോദിക്കുന്ന കുറച്ച് വാക്കുകളാണ്. എൻജോയ് എന്നുള്ളതൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പം എൻജോയ്, കീപ്പ് ഇവയൊക്കെ PSC എക്സാംസിന് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നമുക്ക് മറ്റ് എക്സാമ്പിൾസ് നോക്കാം. വി ആർ ഗോയിങ് ടു പ്രാക്ടീസ് ഡാൻസിങ്. പ്രാക്ടീസിന് ശേഷം ING ഫോം ഡാൻസിങ് ജെറണ്ട് വന്നിരിക്കുകയാണ്. അതുപോലെ ഹി റിസ്ക്ഡ് ബീങ് കോട്ട്. റിസ്ക് എന്നതിന് ശേഷം ING ബീയിങ് ING വന്നിരിക്കുകയാണ്. അതുപോലെ ഹി അവോയ്ഡഡ് ടോക്കിംഗ് ടു ഹിം. അവോയ്ഡ് എന്നതിന് ശേഷം ജെറണ്ട് വന്നിരിക്കുകയാണ്. ടോക്ക് പ്ലസ് ING ടോക്കിംഗ്. ഇതൊക്കെയാണ് പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് ജെറണ്ട് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും ഈ ചെറിയ വീഡിയോയിലൂടെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് അവർ വീഡിയോ ആൻഡ് ഓൾസോ ഷെയർ ടു യുവർ ഫ്രണ്ട്സ്.